മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും വഫാത്തായതും ഒരേ ദിവസം തന്നെയല്ലേ, പിന്നെ എങ്ങനെ ആഘോഷിക്കും? മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല അതിന് മറുപടി പറയുന്നുണ്ട്, ഇസ്ലാം വഫാത്തിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കാൻ പറഞ്ഞ മതമല്ല, എന്നാൽ ജന്മത്തിൻ്റെ പേരിൽ സന്തോഷിക്കാൻ പഠിപ്പിച്ചിട്ടും ഉണ്ട്. ഫീഹി ഉലിത്തു, ഞാൻ ആ ദിവസത്തിലാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഫദ്ല് കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന്, അതാണ് എല്ലാത്തിനേക്കാളും അവർക്ക് ഉത്തമം എന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സന്തോഷം അത് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. അതിനു പുറമെ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയായത് അതിൻ്റെ പ്രത്യേകതയെപ്പറ്റി പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അബൂലഹബ് എന്ന ഇസ്ലാമിൻ്റെ ബദ്ധവൈരി, അവന് നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട് തിങ്കളാഴ്ച ദിവസം. ഈ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിലാണ്. മഹാന്മാർ ചോദിക്കുന്നുണ്ട്, ഫമല്ലൻ ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദ. ജീവിതകാലം മുഴുവനും മുത്തുനബിയെ കൊണ്ട് സന്തോഷിച്ച് മുവഹിദായി മുഅ്മിനായി മരിച്ച ഒരു വ്യക്തിക്ക് അള്ളാഹു എത്രമാത്രം പ്രതിഫലം നൽകും? കാഫിറായി മനുഷ്യൻ ഇത്രമാത്രം നൽകുന്നുണ്ട് എങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.